5 ഭാഷകൾ, സ്നേഹത്തിൻ്റെ ഭാഷകളുണ്ട്. ഇപ്പോൾ കുടുംബജീവിതം ആരംഭിക്കുന്ന ആളുകൾ ഈ 5 ലവ് ലാംഗ്വേജസ് പ്രാക്ടീസ് ചെയ്യുമെന്ന് പറയും. ഒന്നെന്ന് പറയുന്നത് സർവീസ് ഉണ്ട്, 2 ക്വാളിറ്റി ടൈം ഉണ്ട്, 3 ഗിഫ്റ്റ്സ് ഉണ്ട്, 4 അഫർമേഷൻ ഉണ്ട്, 5 ടച്ച്. ഈ 5 ലവ് ലാംഗ്വേജസും അത് കാമുകനായാലും ഭാര്യയും ഭർത്താവാണെങ്കിലും ദൈനംദിനം പരിശോധിക്കുക. ഞാൻ പ്രോപ്പറായിട്ട് സർവീസ് എന്ന് വെച്ചാൽ സഹായ സേവനങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഇപ്പോൾ ഭാര്യ അടുക്കളയിൽ ജോലി ചെയ്യുകയാണ്, അല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കുകയാണ്, ഭർത്താവ് കടന്ന് ഫുൾ ടൈം ഉറക്കവും ടി വി കാണുകയും പത്രം വായിക്കുകയും നീ എല്ലാം ചെയ്തവന് വിചാരിച്ചിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ആ ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയില്ല. അപ്പോൾ സർവീസ് വളരെ പ്രധാനം, എസ്പെഷ്യലി സ്ത്രീ ആഗ്രഹിക്കുന്ന കാര്യമാണ് സർവീസ്. രണ്ടാമത്തെ കാര്യമാണ് ക്വാളിറ്റി ടൈം. ഇന്ന് എത്ര സമയം സംസാരിക്കുന്നതിന് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുമായി ചേർന്ന്? ക്വാളിറ്റി ടൈം, ടൈമല്ല ബഹളം ഉണ്ടാക്കാനുള്ള, ടി വി കാണാനുള്ളതല്ല, പരസ്പരം ഇന്ന് നടന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുക, പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക. അപ്പോൾ എത്രമാത്രം ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ആവശ്യമുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം ഗിഫ്റ്റ് കൊടുക്കുക. അത് തീർച്ചയായിട്ടും പുരുഷനെന്ന് പറയുമ്പോൾ എൻകറേജ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. സ്ത്രീയെ സംബന്ധിച്ച് വിഷ്വലായിട്ടുള്ള വലിയ പണമുള്ള വിലപ്പെട്ട് കൊടുക്കണമെന്നില്ല, പക്ഷേ അവർക്ക് സന്തോഷം തോന്നുന്ന ചെറിയ പൂവായിരിക്കാം, ചെറിയ ബുക്കായിരിക്കാം, ചെറിയ കമ്മലായിരിക്കാം, മാലയായിരിക്കാം. അപ്പോൾ അവർക്ക് എപ്പോഴും ഗിഫ്റ്റ് കിട്ടണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുക, കോംപ്ലിമെൻറ്റ്സ് ലഭിക്കുന്ന ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഇനി നാലാമത്തെ കാര്യം അഫർമേഷൻ എന്ന് പറയും. പലപ്പോഴും വിചാരിക്കും, പലരും പറയും, പല കുടുംബ ബന്ധങ്ങളിലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നെ പലരും കൺസൾട്ട് ചെയ്യുമ്പോൾ പറയാറുണ്ട്. ഭർത്താവിന് വലിയ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ ഇത് പറയില്ല ഒരിക്കലും. ഒന്ന് ഐ ലവ് യു എന്ന് പറയാൻ പോലും ആൾക്കാർക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല. മേടിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാം നോക്കുന്നുണ്ട്, പക്ഷേ ഇത് വീണ്ടും വീണ്ടും പറയണം. പലപ്പോഴും സ്ത്രീകൾ ചോദിക്കും, എന്നെ ഇഷ്ടമല്ലേ, എന്നെ സ്നേഹമുണ്ടോ? കാരണം ഇവർക്കത് അഫർമേഷൻ ആവശ്യമാണ്. തുടരെ എന്നും തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ കെയർ ചെയ്യുന്നു, ഞാൻ നിന്നെ പരിഗണിക്കുന്നു. ഇതെല്ലാം വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, ഈ പറയുന്ന ആദ്യം പറഞ്ഞ പോലെയുള്ള സർവീസ് ചെയ്യണം, ക്വാളിറ്റി ടൈം കണ്ടെത്തണം, ഗിഫ്റ്റ് കൊടുക്കണം. ഇനി അഞ്ചാമത്തെ കാര്യമാണ് ടച്ച് എന്ന് പറയുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കുടുംബ ബന്ധങ്ങളിൽ പുരുഷന്മാർ എസ്പെഷ്യലി ഈ ബാക്കി 4 മറന്നിട്ട് ടച്ചാണ് സ്നേഹമെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഫിസിക്കൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, അതൊക്കെയാണ് സ്നേഹമെന്ന് വിചാരിക്കുന്നതാണ്. എസ്പെഷ്യലി പഴയ തലമുറയല്ല, പല കൗൺസിലേഴ്സും അല്ലെങ്കിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന പലരും തന്നെ പറയുന്നുണ്ട്, ഇതാണ് പുരുഷന്മാരെ സംബന്ധിച്ച് പലപ്പോഴും സ്നേഹത്തിൻ്റെ ഒരു അടയാളമായിട്ട് കാണുന്നത് പലപ്പോഴും. അപ്പോൾ ടച്ച് എന്ന് പറയുന്നത് ശരിക്കും ഈ ബാക്കി 4 കാര്യങ്ങൾ ഉണ്ടായ ശേഷമാണ് ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. രണ്ടാമത് ടച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ലൈംഗിക ബന്ധത്തെ അല്ല ചിത്രീകരിക്കേണ്ടത്. ടച്ച് എന്ന് പറയുന്നത് ഒന്ന് തലോടുന്നത്, അല്ലെങ്കിൽ ഒന്ന് ഹഗ് ചെയ്യുന്നത്, ഇതെല്ലാം ഒരു ടച്ചിൻ്റെ പാർട്ടാണ്. ഇത് ഈ 5 കമ്പോണൻസും എല്ലാവർക്കും ബാധകമാണ്. അത് പല രീതിയിൽ വേരി ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പുരുഷൻ്റെ ആവശ്യം വേറെയാണെന്നും സ്ത്രീയുടെ ആവശ്യം വേറെയാണെന്നും ഈ 5 കാര്യങ്ങൾ ഉണ്ടെങ്കിലേ ഫാമിലി ലൈഫിൽ സ്നേഹത്തോടും സന്തോഷത്തോടും ജീവിക്കാൻ സാധിക്കുമെന്നും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും എംപത്തൈസ് ചെയ്യാനും അക്കോമഡേറ്റ് ചെയ്യാനും സാധിക്കുമെന്നും. കാരണം ആരും പെർഫെക്റ്റ് അല്ല എന്നുള്ള തിരിച്ചറിയണത്. ഞാൻ വിചാരിക്കണം, ഓക്കെ എൻ്റെ ജീവിതം തീർന്നോട്ടെ, അടുത്ത ജീവിതത്തിലേക്ക് നന്നാക്കാം, പിന്നെ ജീവിതം നന്നാക്കാമെന്ന് ചിന്തിക്കും. അതൊരിക്കലും പോസിബിൾ. കാരണം പെർഫെക്റ്റായി ആരുമില്ല. അത് വേണമെങ്കിൽ നമുക്ക് മാക്സിമം നമുക്ക് ടെസ്റ്റൊക്കെ ചെയ്ത് മനസ്സിലാക്കിയ ശേഷം വിവാഹ ജീവിതത്തിലേക്ക് കിടക്കാം. പക്ഷെ കടന്നു കഴിഞ്ഞ ശേഷം വീണ്ടും റീത്തിങ്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഒരു നല്ല ലക്ഷണമായിട്ട് നമുക്ക് തോന്നാൻ കഴിയുന്ന കാര്യമല്ല. ഒരു കാര്യം കൂടി മനസ്സിലാക്കിയത് പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് ആക്കാനായിട്ട് നമുക്ക് ശ്രമിക്കേണ്ടതും ആവശ്യമില്ല, മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ അബ്യൂസീവ് ആണെന്ന് വിചാരിക്കുക, വയലൻസ് ഉണ്ടാകുക, അഡൾട്ടറി ഉണ്ടാകുക, ഉപദ്രവിക്കുക, വളരെ തെറ്റായ ശീലങ്ങൾ ഉണ്ടാകുക, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് വേറെ വഴിയില്ല. പക്ഷേ അതല്ലെങ്കിൽ ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ, ഒന്ന് മനസ്സിലാക്കി, ഒന്ന് സംസാരിച്ചാൽ, ഒന്ന് കീഴ്പ്പെട്ടാൽ മാറാവുന്ന പ്രശ്നങ്ങളാണ് ഒരു 90% സാഹചര്യങ്ങളിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ് എൻ്റെ കൺസൾട്ടിങ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളത്.